20 ഓലേക്ക് വാങ്ങാം പറഞ്ഞേക്ക്. ഇത് വിടാൻ പറ്റും. ഇത് 20 വാങ്ങാം. ഇത് വാങ്ങി 10 മറ്റോലേക്ക് വാങ്ങി. അതിൽ 5 വാടകയായി. അപ്പൊ 5 ബാക്കിയുണ്ട്. ആ 5 മറ്റേ ഞങ്ങൾക്ക് കൊടുക്കണം. 6000 വാടക. അപ്പൊ ഇവരോട് പറയേണ്ട എന്താ 20,000 അഡ്വാൻസ്, മാസം 6000 വാടക. കറണ്ട് ബില്ല് പോലും കിട്ടുമോ? കറണ്ട് ബില്ല് മോട്ടർ. അപ്പൊ എന്തായി? അപ്പൊ 5 വേണ്ട കൊടുക്കാം. അഡ്വാൻസ് 5 പോകും. അഡ്വാൻസ് 5 കൊടുക്കും. 5 അല്ല 10 കൊടുക്കണോ? ഇവിടെ 5 ബാലൻസ് കൊടുക്കണ്ടേ? അതെങ്ങനെ നടക്കുന്ന കാര്യമില്ല. ഇതില്ല, ഒരു പരിപാടിയൊന്നുമില്ല. കിട്ടിയത് കൊടുക്കാം. നമ്മളെ കൈമ തട്ടിയ പിന്നെ എങ്ങനെ കൊടുക്കുക? ഇതിപ്പോ എന്താ ചെയ്യല്? പിന്നെ ഇതൊന്ന് പറഞ്ഞിട്ടില്ല. ഒരു വർഷമാണ് ഞാനായിട്ട് ഒരു ഒപ്പിട്ട് തരും. എങ്ങനെ എഴുതി ഒപ്പിട്ടിട്ട് കാര്യമില്ല. ഞാൻ 20 വാങ്ങാൻ കൊടുക്കുന്നു. ഒരു 2000 എനിക്ക് വിളിച്ചിട്ട് വാങ്ങി തരും. പരിപാടി പേരന്റെ ആക്ക് പോലും മാത്രല്ല, ഈ 5000 ഞാൻ ആ താത്താക്കൾ കൊടുത്തു. ആ ചേച്ചിക്കുള്ളത് ഇവന്റത് വിട്ട് കയ്യിൽ വെക്കും. ബാങ്കിലിട്ടമാരുണ്ടാവും. ഇയാളെ കണക്ക് പ്രശ്നാട്ടാ. കണക്ക് പ്രശ്നമില്ല. പേരന്റെ ചാവിയുടെ അങ്ങനല്ല, മെയിൻ ചാവി ഉണ്ട്. ഇവിടെ വേറെ ആങ്ങളെ ചാവി ഉണ്ട്. ആങ്ങളെ ചാവിനോട് വിശ്വാസം ഇപ്പം അവിടെ ഓണം വന്ന് തുറക്കുക പോയാ. അപ്പൊ 20,000 വാങ്ങാം. 20 ഞാൻ വാങ്ങാൻ ഒക്കെ റെഡിയാക്കി തരാം. പറയണത് വേറെ വയ്ക്കാൻ പോണേ. ഞാൻ പറഞ്ഞേക്ക് 20 നമ്മള് വാങ്ങുന്നു. അതവിടെ നിൽക്കട്ടെ. മറ്റേ പടത്തില് ചാവി അവിടെ വെച്ച് അവിടെ വെക്കട്ടെ. നമ്മള് ഫസ്റ്റ് അവിടെ 10 കൊടുത്തു പോകും. ചേച്ചിക്ക് കൊടുത്തു. അതിന് 5 വാടക. ഏത് ചേച്ചി? വലിയൊരു സംസാരിക്കും. ചേച്ചി എന്നൊക്കെ പറഞ്ഞ അതിൽ ഇത്ര പ്രായം? 5 5 അവിടെ ഉണ്ട്. 5 വാടകയ്ക്ക് പോയി. പിന്നെ മറ്റേ 5 ഉണ്ടല്ല, 5 കൊടുക്കില്ല. എങ്ങനെ പിന്നെ തീരുമാനിക്കാം. എന്താ വെച്ചാല് നമ്മള് അടിച്ചു വാരി അടച്ച് അതിന്റെ ഇത് തരാണ്. അപ്പൊ ഓളേക്ക് 5 വാങ്ങണ്ട. 5 അവിടെ നിന്നോട്ടെ. ഒരു 5 കൂടെ കൊടുക്കാം. അഡ്വാൻസ് പറയോട് പറയാം. ഞാൻ അങ്ങനെ പറയണ്ട. അഡ്വാൻസ് അവിടെ 10 കിടന്നോട്ടെ. എന്റെ വാടക 5 കൊടുക്കാം. അപ്പൊ എന്തേ ഈ 20 നമ്മൾ 5 കൊടുക്കുക. അഡ്വാൻസിനെ പറ്റൊന്നും ഉണ്ടല്ല. നിങ്ങൾ അഡ്വാൻസ് അവിടെ 10 രൂപ കേട്ടോ. ഇതാണ് ഈ മാസം വാടക. ഇതാണ് കൊടുത്തു കഴിഞ്ഞാൽ അലാസ്. ബാക്കി 15 ഉണ്ടല്ലോ. 15 ഒരു 3,500 തരും. 3,500 ഇതെത്ര കണക്കിന്? അതിന് കണക്ക് ലാഭം വേണ്ടവരെ 15 3 കൂട്ടി വെക്കി. 3,500 3,315. ആ കണക്ക് പ്രശ്നമാണ്. ആ കണക്കന്നെ പ്രശ്നം. ആ കണക്ക് പ്രശ്നമാണ്. ഇന്നൊന്നും പറഞ്ഞു ഒരു 4 രൂപ തരും. 4 രൂപ 5 റുപ്യ 15 റുപ്യ അല്ലേ? 5 റുപ്യ ഇന്റത്, 5 റുപ്യ എന്റത്, 5 റുപ്യ വേണ്ടത്. അത് കഴിഞ്ഞ ഒരു കാരണം ഈ പൈസക്ക് നേരെ എന്ത് പറയാം പോയി നാസാക്കണ്ട്. അത് നാസാക്കി വിലക്ക് ഉണ്ടാവും. ആൾക്കാരൊക്കെ ഉണ്ടാവും. ആ പൈസക്ക് എത്ര ചെലവാണ്? ആ പൈസ എല്ലാറ്റിന്നും കൂടി എടുക്കണം. ഈ 3 ആൾ ഇങ്ങനെ വേറെ സംശയം ചോദിക്കട്ടെ. ഇനി നമ്മൾ കൊടുക്കാൻ നേരത്ത് വിലക്കെ തരുമോ? ഇതല്ല, നമ്മള് 3 ആള് മാത്രം. അത് അഗ്രിമെന്റ് അങ്ങനെ തന്നെ. അതൊരു പണിയാ. നമുക്ക് എന്താ അറിയോ, നമുക്ക് ഓരോരു ഐഡിയ ഒരു കൊല്ലം നിൽക്കാൻ മതി. നമ്മൾ പച്ച പിടിച്ചിട്ടീന് കൊല്ലം നിൽക്കുകയാണെങ്കിൽ 12,000 കിട്ടൂലേ? എങ്ങനെയുണ്ട് കണക്ക്? 6,000 വാങ്ങിയാലും 12,000 നമുക്ക് കിട്ടൂലേ? ബാക്കി 3 കുട്ടിയപ്പോ നമ്മള് ഈ ഫസ്റ്റ് ഇയറിന്റെ അഡ്വാൻസ് നമുക്ക് ചെലവാക്കാൻ പറ്റും. അത് നമ്മളിലാക്കും. രണ്ട് കൊല്ലം ഇനി പോലും 2 മാസം നാളെ മുതൽ ആയാ ആള് വരണ്ട. ഇനി പോലും 2 മാസം ആയാല് 2 കൊല്ലം ഞാൻ നിർത്തിത്തരായി. ഞാൻ ആണിയവടി തരാറായി. അങ്ങനൊക്കെ ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്. 25 25 ആവുമ്പോൾ നമുക്ക് പൈസ കിട്ടണം. വാടക നമ്മട് തരണോ വാടക? പിന്നെ വാടക നമ്മളേക്ക് തരണോ? വാടക കൊടുക്കണേ.
നമ്മളെ പേരൻ്റെ മറ്റുള്ള കൊടുക്കുക അത് വാങ്ങാം ആ അപ്പൊ നമുക്ക് തരണോ പൈസ എന്നെ ഏൽപ്പിക്കണം പക്ഷെ ജിന്നെ ഏൽപ്പിച്ചോ ഞാൻ തരുമ്പോ ഞാൻ കണക്ക് കുട്ടിക്ക് കണക്കൂട്ടിട്ട് എല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് സജേ അവിടെ 4 തെങ്ങൊക്കെ ഉണ്ട് ആ തെങ്ങുമ്പോ തേങ്ങ ഇടാനൊക്കെ ഞാൻ ഇടയ്ക്ക് പോകുന്നുണ്ട് അപ്പൊ പോകുമ്പോ ഞാൻ കണ്ടോളോ പോലെ ഇങ്ങോട്ട് പോണ് ഈ പറഞ്ഞ മാതിരി 15 നമ്മൾ വാങ്ങണേ ഈ കുട്ടികളെ കൊണ്ടുവരുന്ന വാങ്ങി കൊടുക്കുന്നു അതിന് എത്ര ബില്ല് വരുന്നു ആ കുട്ടികൾ കൊടുക്കണേ നിങ്ങൾ രണ്ടാളും കൊടുക്കുന്നു ഞാൻ കാരനായിട്ട് നിൽക്കേണ്ടത് മുന്നിൽ ആള് കാരണം കൊടുക്കുക കാരനായിട്ട് നിൽക്കും പക്ഷെ കൊടുത്തിട്ട് ബാക്കി ഞാൻ തരും ഇങ്ങനെ അപ്പൊ 300-500 ഉണ്ടാവുള്ളൂ ഇപ്പൊ 2 റുപ്യ ഇപ്പൊ 2000 റുപ്യ അല്ല റഫിയാക്ക നിങ്ങൾ എന്ന് മുതലേ ഈ ഉടായ്പ തുടങ്ങിയേ ഞാൻ ഒരു സീത പോണ്ട കാര്യം ഞാൻ പറഞ്ഞത് എന്ത് ആകെ ഒരു 15,000 ഉണ്ട് ആ 15,000 മൂന്നാക്കാൻ മൂന്നാൾക്ക് എത്ര ഉണ്ടാവും 5 റുപ്യ അന്നാ പഠിപ്പിച്ച ടീച്ചർക്ക് 4 റുപ്യ വെച്ചിട്ടില്ലേ 3,500 15,000 ആയിരം ഞാൻ പറഞ്ഞു കേക്കടാ ഞാൻ പറഞ്ഞു കേക്ക് അങ്ങോട്ട് പോകണ്ട എണ്ണ അടിച്ചുള്ള പൈസ ഒക്കെ ഉണ്ടാവും ഉണ്ട് അപ്പൊ ഇപ്പൊ തന്നെ വാങ്ങിയിട്ട് തന്നാളെ ഞാൻ പറഞ്ഞ കേക്ക് കത്തി വരുന്നതിന് മുന്നേ 15 അടുത്തുണ്ട് നമ്മളെ പോയി നാസ്താക്കി ഇപ്പൊ നാസ്തക്ക് ഒരു 2,000 3,000 വന്ന് അപ്പൊ പിന്നെ 10-ന്റെ 3 ആക്കിയിട്ടുണ്ടാവും 10-ന്റെ 3 എത്ര ഉണ്ടാവും 12 റുപ്യ അതെങ്ങനെ 15 റുപ്യയിൽ 3 15 കിട്ടും 10-ന്റെ 3 എത്ര ഉണ്ടാവും 10-ന്റെ 3 ഉണ്ടാവും ഇതിന്റെ പൈസ എത്ര ഇതിന് പൈസ എത്ര 3,500 അപ്പൊ ലാഭല്ലേ ഫുള്ള് ലാഭല്ല 2,000 വേറെ അർത്ഥം പോയിട്ടില്ല മറ്റേ പൈസ കൊടുക്കോ പോയി മറ്റേ പൈസ മാറ്റി വെച്ചതേ അത് ഉസ്താദിന് ഒറ്റയ്ക്ക് നോട്ടെ 5 കിട്ടുന്നേ എനിക്കൊന്നും വേണ്ട അത് നല്ല കാര്യോ അത് രണ്ടാള് 2 5 5 10 എനിക്കൊന്നും വേണ്ട ഞാൻ ഒരു 10 റുപ്യായിട്ടാണ് വരും കുട്ടിക്ക് നാശമായി കൊടുക്കും അതിന്റെ പൈസ നാശം മാറ്റിക്കാം ഞാൻ പറഞ്ഞൊക്കെ മാറ്റിച്ചാള് ആർക്കും നാശമില്ല ഞാനുണ്ട് നിങ്ങൾ ഈ 15 പൈസ കാണില്ല 15 കാര്യം പറയണ്ട 10-ന്റെ കാര്യം ഇന്നലെ 10-ന് ഞാൻ പൈസ നാശമായി കൊടുത്തിട്ട് ബാക്കി നിങ്ങൾക്കുണ്ടല്ല ഇവിടെ പേര കൂട്ടിയാണ് ചായ ഉണ്ടോ ഇവിടെ 99 ഉറുപ്പ് ഉണ്ടെങ്കിൽ 99 ഉറുപ്പ് ഞാൻ അങ്ങനെ പറ്റില്ല എന്താ പറ്റിക്കാനുള്ളത് അപ്പൊ എവിടെ കുറച്ച് പൈസ മിസ്സിംഗ് ആണല്ല കണക്ക് തന്നെ മിസ്സിംഗ് ആണല്ല പൈസ കിട്ടുന്നതിന്റെ മുന്നേ മിസ്സിങ് ഞാൻ ചോദിക്കണ്ടേ 10-ന് 3 എത്ര 10-ന് 10-ന്റെ പൈസ എത്ര 3.5 ഈ 3.5 ഇജ്ജ് കൊടുത്താ 3.5 കൊടുത്ത എനിക്ക് വേണ്ട എന്താ എന്താ കിട്ടാല് ഇത് നോക്കാൻ നിങ്ങള് ഒരു പേര വാടക കൊടുത്തതാണ് ഇതിപ്പോ ഞാന് അങ്ങോട്ട് കൊടുക്കേണ്ട സ്ഥിതി പൈസ ഇപ്പൊ അഡ്വാൻസ് ഇല്ല ഒന്നുമില്ല 15,000 എത്രയാണ് 3,500 3 15,000 ആയതാണ് ഇവന്റെ കണക്ക് ഏത് ടീച്ചറെ പഠിപ്പിച്ചു കൊടുക്കാറില്ല 15,000 5 പോയ എത്ര 5 പോയ എത്ര 10 റുപ്യ 5 കൊടുക്ക് പോണേ അതാ ഞാൻ 5 വേറെ മാറ്റി ഇരുവീന്നല്ലേ നമ്മൾ 5 കൊടുത്തത് അങ്ങനെയല്ലേ 15 നാളെ നേരം വെളുത്ത് കഴിഞ്ഞാൽ ഇപ്പൊ 10-ന് 5 പോയില്ലേന്ന് പറയും അപ്പൊ പിന്നെ 5 ബാക്കി അങ്ങനൊന്നും പറയില്ല സാക്ഷിയാണ് ഏത് എടാ ഞാൻ നാളെ കച്ചവടമായി കഴിഞ്ഞാൽ 10 റുപ്യക്ക് വരും ഞാൻ കുറിച്ച് വേണ്ട ഞാൻ അങ്ങനത്തെ അളവല്ല 10 പേര് നാശമായി കൊടുക്കും ബാക്കി ഇനി എത്ര റുപ്യ ബാക്കിയുണ്ട് 50 അല്ല ഞാനിത് പിന്നീട് നോക്കാനാട്ടോ ഞാൻ വീഡിയോ എടുക്കണത് ഞാൻ എന്താ പറയാ ഈ കണക്കൊക്കെ ശരിയാണോന്ന് കണക്കൂട്ടാന് പെര എന്നാക്കിയ ആള് ഓനൊക്കെയാണ് വേറെ കാര്യണ്ട് നാശം വരാണ്ട് അല്ല അത് പറഞ്ഞോ നാശം വേണ്ടേക്കോ 5-ന് 2 കുട്ടികൾ കൊടുക്കും മാനേജർക്ക് ഓനെന്ത് കൊടുക്കും 5-ന് ഹാജർക്ക് കൊടുത്താൽ മതി എനിക്കൊന്നും വേണ്ട 10-ന് എനിക്കൊന്നും വേണ്ട 10-ന് നിങ്ങൾ പറഞ്ഞു നിർബന്ധിക്കരുത് നിർബന്ധിക്കരുതില്ല ഞാൻ വാങ്ങുന്നു ഞാൻ നിർബന്ധിക്കാണ്ടു ഇനിയിപ്പോ നിങ്ങൾ അഥവാ നിങ്ങൾക്ക് ഒരു പൂജയാണ് 500-ന് പോകില്ലാണെങ്കിൽ ഞാൻ അലഹമില്ല ആ സന്തോഷത്തോട് ഞാൻ വാങ്ങിയില്ല
അത് ഇവർക്ക് മാണ്ടി എനിക്ക് മാണ്ടി കൈകൊണ്ടല്ല ട്ടാ, ഞാന് ഈ നിങ്ങളിപ്പോ പറഞ്ഞ സംഭാഷണങ്ങൾ ഫുള്ള് വീഡിയോ എടുത്തിക്കണേ അതെന്തിനാ വെച്ചാൽ എനിക്ക് രാത്രി കുറച്ചേരം കഴിഞ്ഞിട്ട് ഇത് കണ്ട് എത്ര നിങ്ങളെ കണക്കൊക്കെ ശരിയാണോ നോക്കാനാണ്. അപ്പൊ വീഡിയോ എടുത്തതിൽ പരിഭവം ഈ ഞാൻ വീഡിയോ എടുത്തതിൽ പരിഭവം വേണ്ട. അപ്പൊ കമ്പ്യൂട്ടറിൽ കണക്ക് ഇങ്ങനെ അയക്കണം. അപ്പൊ ഇത് എനിക്ക് കേട്ടിട്ട് തന്നെ 15,000 റുപ്യ പറയുന്നത് എനിക്കറിയില്ല എന്ത് കണക്കാ. വന്നിരിക്കല് ഇനിയിപ്പോ നോക്കുക. ഏതായാലും ഞാൻ ഈ വീഡിയോ ഒന്ന് കണ്ടോട്ടെ. ഏതായാലും വീഡിയോ എടുത്തിക്കണ്.